ഓക്കെ. അപ്പൊ ഫസ്റ്റ് വേർഡ് ഏതാണ്? എഴുതിക്കോ. കുട. all of you listen. കുട. എങ്ങനെ എഴുതുക കുട എന്ന്? എഴുതിക്കോ ശ്രീഷ്ണ, എഴുതിക്കോ. കുട. കൂട. കുട. പിയോണ എഴുതുന്നുണ്ടോ മോളെ? കുട. വേഗം എഴുതിക്കോ, ശ്രദ്ധിച്ചെഴുതണേ. കുട. അടുത്ത വേർഡ് പറഞ്ഞോട്ടെ. ഫിനിഷ് ആണോ എല്ലാവർക്കും? എഴുതിക്കഴിഞ്ഞോ ഭവിക? കുട. ഓക്കെ. നെക്സ്റ്റ് ശ്രദ്ധിക്കണേ. പീഠം. നോക്കിയിട്ടൊന്നും എഴുതണ്ട കേട്ടോ. പീഠം. 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 ഫിനിഷ്. ഓക്കെ, ഫിനിഷ് ആണ് അല്ലെ. പീഠം. എങ്ങനെ എഴുതണ്ടേ? പാ എഴുതിയിട്ട് ഏതോ ഒരു ചിഹ്നം അല്ലെ, പീ ആവണമെങ്കിൽ. പീഠം. നെക്സ്റ്റ് ഗരുഡൻ. ഗരുഡൻ. ഗ. ഏത് ഗായാണെന്ന് ഓർമ്മിച്ച് എഴുതണേ. ഗരു. രാക്ക് ഏതോ ഒരു ചിഹ്നം ഇടാനുണ്ട്. എന്നിട്ട് എന്ത് എഴുതണം? ഡ. ഗരുഡൻ. ഠ അല്ല, ഡ. മെല്ലന് സോഫ്റ്റ് ആയിട്ട്. ഗരുഡൻ. എന്നിട്ട് ഇനി എഴുതുക. Are you finished? Okay. നെക്സ്റ്റ് പറയട്ടെ. അടുത്തത് ഡക്ക. ഠക്ക. ഏത് ഡായാണെന്ന് ഓർമ്മിച്ചെഴുതണം. നോക്കി ശ്രദ്ധിച്ചെഴുതണേ. ഠക്ക എത്രാമത്തെ ഡായാണെന്ന് ഓർമ്മിച്ചെഴുതും. എന്നിട്ട് ഇക്ക. ഡക്ക. ഡക്ക. എന്തേ നസീമേ? ചിരി വരുന്ന എന്തിനാ? കിട്ടുന്നില്ലേ? നോക്കുന്നുണ്ടോ ആള്? ഇല്ല അല്ലെ? ധക്ക. കെ ജിയോണ കഴിഞ്ഞോ? ജിയോണ, ജിയോണൊക്കെ എന്താ അഡ്മിറ്റ് ചെയ്ത് തരണോ? പറഞ്ഞോ. എന്താണ് മോളെ അഡ്മിറ്റ് ചെയ്തോ? ഒന്നുകൂടി പറയണോ? പറയാം. ഒന്നുകൂടി പറയാ, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞെന്നറിയോ? കുട. 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 ആദ്യത്തത് കുട. നെക്സ്റ്റ് രണ്ടാമത് എന്താ പറഞ്ഞത്? പീഠം. 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 മൂന്നാമത് പറഞ്ഞത് ഗരുഡൻ. 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 നെക്സ്റ്റ് ഫോർത്ത് വൺ ഏതാ പറഞ്ഞെന്നറിയോ? ഡക്ക. ധക്ക. അപ്പൊ 4 എഴുതിയോ? ധക്ക. ലാസ്റ്റ് വൺ. ലാസ്റ്റ് അല്ല, കുറച്ചുകൂടി വേണമെങ്കിൽ പറയാനുണ്ട് നമുക്ക് അല്ലെ. ഓക്കെ.
തോണി. അഞ്ചാമത്തത് തോണി. ശ്രദ്ധിച്ചതിനെ. താക്ക് ഓ എന്ന ചിഹ്നം യൂസ് ചെയ്യാനുണ്ടേ. തോണി. നാക്ക് എതിരണം ആ ചിഹ്നം ഇടുക. ഈ എന്ന ചിഹ്നം ഇടുക. തോണി. തോണി. പഞ്ചെണ്ണം നമ്മൾ എഴുതി. 2, 3 കൂടെ പറയാം അല്ലെ. ഓക്കെ. നെക്സ്റ്റ് എന്താണെന്നറിയോ? മൂഢൻ. ഓർമ്മയുണ്ടോ ആവോ? മൂഢൻ. മൂഢൻ. ഏത് ഠായാണെന്ന് നോക്കട്ടെ, ശ്രദ്ധിക്കണേ. മൂഢൻ. അപ്പൊ തോണി കഴിഞ്ഞിട്ട് മൂഢൻ. മൂഢൻ. നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചതിനെ. എല്ലാവർക്കും ഫിനിഷ് ആയോ? എത്ര പേർക്ക് എഴുതി കഴിഞ്ഞു? 6 എണ്ണം പറഞ്ഞു നമ്മൾ. 6 എണ്ണം. എന്തേ ഗോഡ്വിനെ എഴുതിയില്ലേ? ഒരു തെളിച്ചില്ലല്ലോ. കിട്ടുന്നില്ലേ എഴുതാൻ? മിസ് എനിക്ക് കിട്ടുന്നില്ല എഴുതാൻ. മിസ്സേ പഠിച്ചിട്ടില്ല, ഭയങ്കര മടിയാണ്, വെറും കളിയാണ്. അതെയോ ഗോഡ്വിനെ? നോ അല്ല, എസ് തന്നെ. ഒന്നും പഠിക്കൂല, ഭയങ്കര മടി. അമ്മയാണോ ഇപ്പൊ നുണ പറയുന്നേ? ഗോഡ്വിനാണോ അമ്മയാണോ നുണ പറയുന്നത്? 2 വാക്ക് എഴുതിയിട്ടുള്ളൂ. ദൈവമേ, അതാ മൂഡ് ഓഫ് വേണ്ടത്. മുഖം മടി കൊണ്ട്. അപ്പൊ ബാക്കിയുള്ളത് ഒരു തെറ്റിന് 10 പ്രാവശ്യം എഴുതണം. ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതെന്ത് എത്ര പ്രാവശ്യം എഴുതണം? 10 ടൈംസ്. ബുക്ക് മറിക്കണ്ട, നേരെ ശ്രദ്ധിച്ചോളുക. 10 ടൈംസ് എഴുതണം ഒന്ന് തെറ്റിയാൽ. അപ്പൊ എത്ര പ്രാവശ്യം എഴുതേണ്ടി വരും? അപ്പൊ പഠിക്കാതെ ബൈഹാർട്ട് ആക്കണ്ടല്ലോ. നമുക്ക് ചിഹ്നം അറിയാം, അക്ഷരങ്ങളും അറിയാം. അപ്പൊ എഴുതിക്കൂടെ? പറ്റില്ലേ? ഇപ്പൊ മൂഢൻ എഴുതുമ്പോ ഏത് അക്ഷരം എഴുതേണ്ടത്? മാ എഴുതണം ആദ്യം. എന്നിട്ടോ ഏത് ചിഹ്നം ഇടണം? ഊ എന്ന ചിഹ്നം ഇടണം. എന്താണ് ഇഷാനെ? ലാസ്റ്റ് ഏതാ പറഞ്ഞത്? മൂഢനാണോ? ഓണം. മൂഢൻ കഴിഞ്ഞ് ഒന്നുകൂടി പറഞ്ഞു. ഓണം. 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 ഓ എഴുതുക. ഏത് ചിഹ്നം? ആ എന്ന ചിഹ്നം ഇടണം. ഓണം. ഗോഡ്വിൻ അങ്ങനെ ആലോചിച്ചൊന്ന് എഴുതി നോക്കിയേ. അക്ഷരം എഴുതുക, ചിഹ്നം ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുക. അങ്ങനെ എഴുതി നോക്കിയേ. നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണമെന്നൊന്നും ഒരു കാര്യമില്ല. അക്ഷരങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചാൽ മതി. ചിഹ്നങ്ങളും അറിയെങ്കിൽ എല്ലാം എഴുതാം. എന്ത് പറ്റി ആരോമലിന്? ആരോമലിന് തെറ്റിയോ? ആരോമലെ? തോന്നി. എന്ത് പറ്റി? ഓണം എഴുതാൻ അറിയില്ലേ? ഏതാണ് തെറ്റിയത് ആരോമലെ? ഇപ്പോ ഏതാ തെറ്റിയത് ഇപ്പൊ ആരോമലിന്? അതന്നെ, കരഞ്ഞിട്ട് കാര്യമില്ല തെറ്റി കഴിഞ്ഞാ പിന്നെ. അപ്പൊ ഇപ്പൊ നമ്മള് 5, 2, 7 വേർഡ് നമ്മൾ പറഞ്ഞു അല്ലെ? 7 വേർഡ്സ് അല്ലെ? എന്തൊക്കെയാ പറഞ്ഞത്? കുട, പീഠം, ഗരുഡൻ, ധക്ക, തോണി, മൂഢൻ, ഓണം അല്ലെ? മതിയോ എണ്ണം? ഇതിൽ വേണമെങ്കിൽ 3 കൂടി ഇട്ട 10 വേർഡായി. ആരെങ്കിലും പഠിച്ചവരുണ്ടോ? ഇപ്പൊ 7 വേർഡ്സ് ഇട്ടതിൽ എല്ലാം കറക്റ്റ് ആയ എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കിയേ.
കറക്റ്റ് ആയ എത്ര മക്കളുണ്ട്? കാശിനാഥിന് കറക്റ്റ് ആണ് അല്ലേ? നെക്സ്റ്റ് സമജ്ഞ, അടുത്തത് ഗൗരിനന്ദ. ശരിയാണോ എല്ലാം? ഓക്കെ. ദേവപ്രിയ. നെക്സ്റ്റ് ആർക്കാ? വേദ്യ PS എല്ലാം ശരിയാണ് അല്ലേ? ഓക്കെ. അടുത്ത ഏഞ്ചൽ മരിയൊക്കെ എല്ലാം ശരിയാണ്. ചിഹ്നങ്ങൾ പഠിച്ച കുട്ടിയൊക്കെ എല്ലാം ശരിയാവും. ക്രിസ്റ്റി ജോസഫിനാണ്. പിന്നെ ആർക്കാ? ഇഷാനി എല്ലാം ശരിയാണ്. ധ്യാൻ PV, എഡ്വിൻ ജോസഫ് ശരിയാണ് എല്ലാം. പാർവണ. നെക്സ്റ്റ് ആർക്കാ? മൊത്തം ശരിയായവർ എത്ര പേരുണ്ട്? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ശരിയായ മക്കൾ എല്ലാരും നല്ല മക്കളാണേ. പിന്നെ ആർക്കാ ശരിയായേ? ഇവിടെ ഭവികക്ക് എല്ലാം ശരിയാണ്. ഫിയോണ മരിയക്ക്. ക്രിസ്റ്റോ ജോൺ സിജോബിക്ക് അല്ലേ? പിന്നാരാ? ജിയോണൊക്കെ ശരിയാണോ? ജിയോണൊക്കെ എന്ത് പറ്റി? ജിയോണ തെറ്റിയോ? ഏതാ തെറ്റിയേ? മൂഢനായിരിക്കും അല്ലേ? ഓണം എന്തിനു തെറ്റിയേ? ഓ അറിയില്ലേ? സ്വരാക്ഷരങ്ങളിൽ ഓ അറിയോ? ഏതാണ് ഓ? ഏതക്ഷരാണ്? സ്വരാക്ഷരങ്ങൾ അറിയാത്ത ആരാ ഉള്ളത് നമ്മുടെ ക്ലാസ്സില്? ഓ ഇട്ടു നാ എഴുതി എനിക്ക് എന്തിടണം? ഒരനുസ്വാരം ഇടണം. ഓണമായില്ലേ? ഓ എഴുതുക, എന്നിട്ട് നാ എഴുത്. എഴുതി നാ എഴുത്. ഓണം എഴുതിയോ? എന്നിട്ടോ ഏതാ അനുസ്വാരം? എന്ന സൗണ്ട് വരുന്നത് ഒരു കുഞ്ഞി പൂജ്യം അല്ലേ? അതല്ലേ ഓണം. അപ്പൊ എന്ത് വായിക്കും? ഓണം. അതല്ലേ ഓണം എഴുതേണ്ടത്. പിന്നെ എവിടെ തെറ്റാനാണ്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നല്ലേ അർത്ഥം? ആദ്യം നിങ്ങൾ അക്ഷരങ്ങള് ആദ്യം നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അക്ഷരങ്ങളെ തറവായി പഠിക്കുക. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. അത് കഴിഞ്ഞ് ചിഹ്നങ്ങളും കൂടെ അതിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ തെറ്റില്ല. പിന്നെ ഓരോന്നിനും തെറ്റിക്കോട്ടെ, നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, പലതവണ എഴുതുമ്പോ ശരിയാവും കേട്ടോ. തെറ്റിയവരെന്ത് ചെയ്യുക? 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതണം. ഇന്നിപ്പോ നമ്മൾ 7 വാക്കാണ് പറഞ്ഞത്. അതിൽ എത്ര എണ്ണം തെറ്റി? തെറ്റിയവര് തെറ്റിയത് 10 ടൈംസ് എഴുതിയിട്ട് മിസ്സിന് അതേ നോട്ട്ബുക്കിൽ എഴുതണം. എന്തേ അയോണേ? എഴുതാൻ പറ്റില്ലേ? അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊക്കെ തെറ്റിയായോണ്ണി? മൂഢൻ. പിന്നെയോ? മൂഢനാ തെറ്റിയത്. അതെ അല്ലേ? അപ്പൊ അത് 10 ടൈംസ് എഴുതിയിട്ട് മിസ്സിന് ആ നോട്ട്ബുക്ക് തന്നെ എഴുതി ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്ത് തരണം. മക്കളും തെറ്റിയ വേർഡ്സ് 10 പ്രാവശ്യം എഴുതി പോസ്റ്റ് ചെയ്യണം. തെറ്റിപ്പോയതിന് കരയുമായിരുന്നിട്ട്. അത് കുഴപ്പമില്ല മോനെ, അടുത്ത പ്രാവശ്യം ശരിയാക്കാം കേട്ടോ. സാരില്ല, തെറ്റാതെ പിന്നെ ശരിയാവും. എല്ലാരും ശരിയാക്കിയാൽ ശരിയാവോ? ഓക്കെ. അപ്പൊ തെറ്റിയവര് 10 പ്രാവശ്യം എഴുതിയിട്ട് മിസ്സിന് അതിന്റെ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്ത് തരണം. ഞാൻ അല്ലെങ്കിൽ വിളിക്കും ഓരോരാളെയായി. ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കുട, പീഠം, ഗരുഡൻ, ഠക്ക, തോണി, മടി, പട, കട, ഈണം, ഓണം, ഏണി, പാഠം, ധപ്പി, മൂഢൻ അല്ലേ? അതായത് ടവർഗാക്ഷരങ്ങൾ, അതായത് ട ഠ ഡ ഠ ണ, അതാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നമുക്ക് ഏതാണ് ഇന്നത്തെ വേർഡ്സ്? ശ്രദ്ധിക്കൂ. ഓൾ ഓഫ് ലിസൺ. പേജ് നമ്പർ 27. അതായത് തവർഗങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് അല്ലേ? തവർഗാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ത, ഥ, ദ, ഥ, ന അല്ലേ? അതാണ് നമുക്കിത് പഠിക്കേണ്ടത്. എങ്ങനെയാ? ത, ഥ, ദ, ഥ, ന. നോക്കിക്കോ.
ഏതൊക്കെയാണ് തവർഗാക്ഷരങ്ങൾ എന്ന് പറയാ? ത, ത, ഥ, ദ, ഥ, ന. അല്ലേ? ഇതാണ് ഈ 5 അക്ഷരങ്ങളാണ് തവർഗാക്ഷരങ്ങൾ അല്ലേ? ത, ഥ, ദ, സോഫ്റ്റ് ആയി പറയാ, ഥ, ന. ട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഏതൊക്കെ വേർഡ്സ് ആണ് പഠിക്കേണ്ടത്? ത, തല അല്ലേ? ത, തല കണ്ടോ ഇവിടെ? 27 പേജ് നമ്പർ. ഫസ്റ്റ് വൺ എന്താണ്? തല. നെക്സ്റ്റ് ഥ, രഥം. അടുത്തത് ദ, ദേഹം. നെക്സ്റ്റ് ഥ, ധനുസ്. എല്ലാവരും നമ്മളിപ്പം ഡിക്റ്റേഷൻ ഒക്കെ മടക്കി വെച്ച് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ശ്രദ്ധിക്കുക. പേജ് നമ്പർ 27 ശ്രദ്ധിക്കുക. ഓക്കെ. ദ, ദേഹം. ഥ, ധനുസ്. ന മറിച്ചിട്ടത് അല്ലേ? ധനുസ്. അടുത്ത എന്താണ്? ന, നരി. നരി അല്ലേ? താഴെ എന്താ ഉള്ളത്? തിര, കഥ, ഗദ, ധനം, നര. ഓക്കെ. അപ്പൊ ഇത്രയും വേർഡ്സ് ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കേണ്ടത് അല്ലേ? എന്താണ്? ഒന്നുകൂടി വായിക്കുക, ശ്രദ്ധിക്കുക. ത, തല. ഥ, രഥം. മിസ്സിന്റെ കൂടെ വായിക്കണേ. അപ്പോ ധ, ഈ ധയാണ് രഥം എന്ന് എഴുതുമ്പോ അല്ലേ? നെക്സ്റ്റ് ദ, ദേഹം അല്ലേ? ഈ ദ വെച്ചാണ് ദേഹം. നെക്സ്റ്റ് ധ, ധനുസ്. ധനുസ് കണ്ടോ എല്ലാവരും? അടുത്തത് ന, നരി. നരീനെ കണ്ടോ എല്ലാവരും? നരി. ഓക്കെ. അടുത്ത എന്താ എഴുതിയിട്ടുള്ളത്? തിര, കഥ, ഗദ, ധനം, നര. വായിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? കൈ വെച്ച് വായിച്ചത്. ആദ്യത്തെ ത, തല. ഥ, രഥം. ദ, ദേഹം. ഥ, ധനുസ്. ന, നരി. തിര, കഥ, ഗദ, ധനം, നര. അല്ലേ? അത്രയും വേർഡ്സ് ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിലെ ഡിക്റ്റേഷൻ അല്ലേ? ഇപ്പൊ തല. ഇങ്ങനെ തല എഴുതുക, നമുക്ക് ഒരു വിഷമൂല അല്ലേ? ത എഴുതുക, ല എഴുതുക. തല. നെക്സ്റ്റ് പിന്നെ അപ്പൊ ഈ ത വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത് അല്ലേ? ഇനി ധായാണ്. രഥം. 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 നെക്സ്റ്റ് വൺ എന്താണ്? ദേഹം. ഈ ദായാണ് യൂസ് ചെയ്യുന്നത്. ദേഹം. ദാക്ക് എ എന്ന ചിഹ്നം ഇവിടെ യൂസ് ചെയ്തു. ദേഹം. എഴുതി. അപ്പൊ എന്ത് വേണം? അനുസ്വാരം. ഇതാണ് ഈ കുഞ്ഞ് പൂജ്യം. ദേഹം. നെക്സ്റ്റ് വൺ എന്താണ്? ധനുസ്. നാലാമത്തെ ധ, ധനുസ്. രണ്ട് സാധനങ്ങളുണ്ട് അല്ലെ? നമുക്ക് കൂട്ടക്ഷരങ്ങൾ പഠിക്കാനുണ്ട് മക്കളെ. പഠിക്കാം. ധനുസ്. ഒരു കുഞ്ഞു സായും കൂടെ അല്ലെ? ധനുസ്. നെക്സ്റ്റ് വൺ വരുന്നത് നരി. എഴുതി വള്ളിയിട്ടു. നരി അല്ലേ? അപ്പോ ത, ഇത, തല. ഉണ്ടോ? ത, ല, തല. എഴുതാൻ പഠിക്കേണ്ട ഇങ്ങനെയാണ്. ത, ല. നെക്സ്റ്റ് ധ വെച്ചാണ് വേർഡ് പറയുന്നത്. രഥം. അടുത്തത് ദ വെച്ചാണ് പറയുന്നത്. ദേ. കണ്ടോ? ദാക്ക് മുമ്പിൽ എ എന്ന ചിഹ്നം യൂസ് ചെയ്തു. ദേഹം. ഹാക്ക് അനുസ്വാരം ഇട്ടു.
നെക്സ്റ്റ് ധ, നാലാമത്തെ ധ, ധനുസ്, ധനുസ്. അടുത്തെന്താ ന, ലാസ്റ്റ് നായാണ് അല്ലെ. ന, നരി, നാ എഴുതി രാ എഴുതി ഈ എന്ന ചിഹ്നം വള്ളി ഇട്ടു അല്ലെ. നരി. അപ്പൊ എന്ത് ചെയ്യുക മക്കളെ, എഴുതി പറഞ്ഞ് എഴുതി പഠിക്കണം അല്ലെ ഗോഡ്വിൻ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എഴുതി എഴുതി പഠിക്കണം. ഇത്രയും വേർഡ്സുകൾ എഴുതി 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 പഠിക്കണം. ഓക്കെ, പഠിക്കാതെ വരുമോ ഇനി അടുത്ത ക്ലാസ്സില്? ഗോഡ്വിൻ പഠിക്കുമോ ഇനി അടുത്ത ക്ലാസ്സില്? ഓക്കെ, ഗുഡ്. അപ്പൊ എല്ലാ മക്കളും പഠിക്കണേ. അയോൺസെപ്പൻ പഠിച്ചിട്ട് വന്നോണം കേട്ടോ. എല്ലാരും പഠിച്ചിട്ട് വരും. അപ്പൊ എന്നാ ഫുള്ള് ശരിയാവും കേട്ടോ. ഓക്കെ, അപ്പോ ത, തല, രഥം, ദ, ദേഹം, ധ, ധനുസ്, ന, നരി. പിന്നെന്താണ്? തിര, കഥ, ഗദ, ധനം, നര. എന്ത് പറ്റി സമജ്ഞ? എന്ത് പറ്റി സമജ്ഞക്ക് അവിടെ? നേരത്തെ ഇട്ടത് ഡിക്റ്റേഷൻ അല്ലേ? അതെ, അത് ഫസ്റ്റ് പേജിലാണ് എഴുതിയത്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ടെൻഷൻ, ബാക്കിൽ എഴുതാത്തോണ്ട്. എങ്ങനെ എഴുതി? അത് കുഴപ്പമില്ല, നിങ്ങൾ ഏടെ എഴുതിയാലും കുഴപ്പമില്ല. അത് നോട്ടിൽ തന്നെ നിന്നോട്ടെ. സ്ലേറ്റിൽ എഴുതി അന്നു പോകൂലേ? അത് എഴുതി പഠിച്ചോ അടുത്ത ക്ലാസ്സിലെ ഡിക്റ്റേഷൻ. നമ്മളിപ്പോ ഇട്ടത് കൂടാ അതല്ലേ, തവർഗങ്ങളല്ലേ ഇട്ടത്. ഡിക്റ്റേഷൻ ഇട്ടത് തവർഗങ്ങള്, അടുത്ത ക്ലാസ് പഠിക്കേണ്ടത് തവർഗങ്ങള്. താത്ത ദാത്ത എന്നാ വെച്ച വാക്കുകള്. ഓക്കെ, നമ്മളിപ്പോ പഠിച്ചത് അതാണ് അടുത്ത ക്ലാസ്സിലേക്കുള്ള ഡിക്റ്റേഷൻ വേർഡ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക എല്ലാം. ഓക്കെ ബൈ അല്ലേ? അടുത്ത ക്ലാസ്സിൽ എല്ലാവരും അത് പഠിച്ചിട്ട് വരുക കേട്ടോ. ഏതൊക്കെ? ത, തല, ധ, രഥം, ദ, ദേഹം, ധ, ധനുസ്, ന, നരി, തിര, കഥ, ഗദ, ധനം, നര അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിലേക്ക് അത് പഠിച്ചിട്ട് തന്നെ വരണേ. ഫുള്ള് എഴുതി ശരിയാക്കണേ. ഏഞ്ചൽ എവിടെയാ? ഏഞ്ചല് പോയത്? ഏഞ്ചൽ അതിന്റെ ഇടയിൽ എവിടെയോ പോയല്ലോ ഏഞ്ചലെ. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ എല്ലാ മക്കളും ആ തവർഗാക്ഷരങ്ങള് പഠിച്ചിട്ട് വരും അല്ലേ? ഓക്കെ, ബൈ, സി യു, ബൈ. വേഗം ക്ലാസ് കഴിഞ്ഞല്ലേ? ഇതെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ മക്കളെ? ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, ബൈ. ബൈ. See you. Bye.